السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده فجزاك الله عنا خير الجزاء. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر. صدق الله العلي العظيم. ഇതുവരെ സാരസമ്പൂർണമായി ഹൃദയസ്പർശിയായി വാഴ്ന്നു പറഞ്ഞ ബഹുമാന്യപ്പെട്ട കുറ്റിക്കാട്ടൂർ പ്രശസ്ത പണ്ഡിതനും വാഗ്മിയുമായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സ്റ്റേജിലും താഴെയുമുള്ള ഉസ്താദുമാർ, കാരണവന്മാർ, മുത്താലിമീങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മവങ്ങന്മാർ, ദീർഘമായ ഒരു പ്രസംഗത്തിന് വന്നതല്ല. ഇവിടെ സംബന്ധിക്കലാണ് ലക്ഷ്യം, സംസാരിക്കലല്ല. സന്തോഷത്തിന് വേണ്ടി ഒരു തുള്ളിയായി ചേരുക എന്നതാണ് വരവിൻ്റെ ലക്ഷ്യം. ഉറൂസ് പരിപാടിയിലാണ്. ആ വാക്കേന്നെ അവരുടെ കറാമത്താണ്. അറൂസ് എന്ന വാക്കിൽ നിന്ന് ആയിരിക്കണം ഇത് വന്നത് എന്നതാണ് എൻ്റെ എളിയ വിലയിരുത്തൽ. വ്യാപകമായി ഇന്ന് കേരളത്തിലും പുറത്തും ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ ഉറൂസ് പരിപാടിയില്ലേ, നിങ്ങളും ഇല്ലേ, അങ്ങനെയാണ് കാണുന്നത്. പേര് ഏതുമാക്കാം, ദീനിനെതിരില്ല എന്നാണെങ്കിൽ ഏത് പേരും സ്വാഗതാർഹമാണ്. പേരിലൊന്നും ഒരു വിധേയത്ത് കടന്നു വരുന്ന പ്രശ്നമില്ല. എന്നാൽ ഇതിനൊക്കെ രേഖയുണ്ട്. കാരണം യഥാർത്ഥ മൂമിൻ ഖബറിൽ പോയി കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ അവനോട് വന്ന് നം കനൗമിൽ അറൂസ്, മണവാളന് വിശ്രമിക്കും പോലെ വിശ്രമിച്ചോ എന്ന് ഖബറാളിയോട് പറയും. അൽ മുഅ്മിൻ ആണെങ്കിൽ അലിഫ്ലാമിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു മുഅ്മിനുണ്ട്, അവരാണ് ഔലിയാക്കൾ. അവരോട് അള്ളാഹു പറയും, അള്ളാഹിൻ്റെ ആളുകൾ പറയും, നീ അറൂസ് ഉറങ്ങും പോലെ ഉറങ്ങിക്കോ, അവിടെ ഉറങ്ങാന്ന് പറഞ്ഞാൽ വിശ്രമിച്ചോ എന്നാണ്. അത് കൃത്യമായി പറയപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി ചരിത്രം കൊണ്ട് സ്പഷ്ടമായ ആളുകളാണ് ഇവിടെ കിടക്കുന്ന ഉപ്പാപ്പയെ പോലെയുള്ള ആളുകൾ. അതുകൊണ്ടാണ് അവരുടെ ആണ്ടുതോറുമുള്ള ഇത്തരം പരിപാടികൾക്ക് അറൂസ്, അതിൽ നിന്ന് വന്ന ഉറൂസ് എന്ന് എഴുതി വെക്കുന്നതും പ്രചരണം നടത്തുന്നതും. ഇനി നമുക്ക് വേണ്ടത് അവരൊക്കെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. വലിയ മഹാന്മാര് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ നിന്ന് പോയി എന്നല്ല. അവരെക്കുറിച്ച് നമ്മൾ പറയൽ തന്നെ വഫാത്തായി എന്നാണ്. വഫാ എന്നുള്ള ഫീൽ എന്ന് വന്നാണ്. ഈ ദുന്യവിയായ ഔദ്യോഗിക ജീവിതത്തിന്റെ കോഴ്സ് പൂർത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പറയൽ തന്നെ ഇഹലോക വാസം വെടിഞ്ഞു എന്നാണ്. ഇഹലോക വാസം വെടിഞ്ഞു, വഫാത്ത്, അതാണ്. ഇവരെ കുറിച്ച് മരിച്ചു എന്ന് തന്നെ പറയുന്നത് ഒരു വേള അബദ്ധമാണ്. യഥാർത്ഥ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു മാത്ത എമൂത്തു എന്ന ഫീലൊന്നും അവരെ ബാക്കിൽ വെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഇതിനർത്ഥമില്ല. പക്ഷെ ജീവിതം അറ്റുപോയി അവസാനിച്ചോ എന്ന അർത്ഥത്തിൽ പറയരുത്. കാരണം ഇവര് ആധ്യാത്മിക ലോകത്തെ VIP കളാണ്.
ലോക്കൽ ആളുകൾ പോലും ഷഹാദത്ത് വരിച്ചാൽ പിന്നെ മരിച്ചു എന്ന് ധരിക്കുന്നത് ഭീമ അബദ്ധാണെന്ന് അസന്നിഗ്ധമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്. സക്കീലാനെ നൂനിട്ടുകൊണ്ട് പറഞ്ഞാൽ ദർസൽ മുത്താലിമീങ്ങൾ സാസിലുണ്ട്, ഓൽക്ക് അതിന്റെ മാന അറിയാം. ലാ തഹ്സബ് എന്നല്ല, ലാ തഹ്സബന്ന. പിന്നെ മൗസൂലിൻ സിലിയാണ്, നെഹ്വ് പഠിച്ച ആളുകൾക്ക് അത്ഭുതമാണ്. അപ്പൊ ഇനി സംശയിച്ചാൽ അവനെ ഭാഷാ ഗ്രൗണ്ടിൽ തന്നെ ചവിട്ടി പുറത്താക്കണം. അങ്ങനെ ഇത് ഉലമാ ഔലിയാക്കളൊന്നല്ല, ലോക്കൽ മനുഷ്യന്മാർ. അവരുടെ പ്രത്യേകത ഷഹാദത്ത് വരിച്ചു എന്നുള്ളതാണ്. നാം മരിച്ചു എന്ന് പറയുന്നതല്ല, പാടുന്നതല്ല, പ്രസംഗിക്കുന്നതല്ല, വിശ്വസിക്കുന്നതല്ല, ധരിക്കുന്നത് പോലും ഭീമാബദ്ധമാണ് എന്ന് ഖുർആൻ പറയുകയാണ്. കാരണം എന്താണ്? അവർക്ക് മരണമില്ല. ബൽ ഇന്ദ റബ്ബിഹിം. ചിലര് പറയും അള്ളാന്റെ അടുക്കലല്ലേ. അള്ളാഹ് സ്ഥലകാല അതീതനല്ലേ കുട്ടി. ഈ അടുക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അപ്പുറത്ത് മേശട്ടിരിക്കുക, ഇവരിപ്പുറത്ത് കസാരിട്ടിരിക്കുക എന്നതിൻ്റെ അർത്ഥം. അവിശ്വസിക്കാൻ പറ്റുമോ? നാളെ ഒരുത്ത് എനിക്ക് മറുപടി അറിയാം, അത് അള്ളാന്റെ അടുക്കലല്ലേ. ഈ അടുക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് സ്ഥലകാല അതീതനല്ലേ. സ്ഥലത്തെ സൃഷ്ടിച്ചതും കാലത്തെ സൃഷ്ടിച്ചതും അള്ളാഹുമ്പോ എന്താ ഈ അടുക്കൽ എന്ന് പറഞ്ഞാൽ? അള്ളാന്റെ കസ്റ്റഡിയിൽ നിന്നാണോ അതിന്റെ അർത്ഥം? അടുക്കൽ എന്നല്ല, കസ്റ്റഡിയിൽ നിന്നാണ്. അത് ദുനിയാവിലും പടച്ചോന്റെ കസ്റ്റഡിയിലാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാം മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് ദിക്ർ ചൊല്ലിയപ്പോൾ പടച്ചോൻ എങ്ങനെയാണ് കേട്ടത്? അങ്ങനെ തന്നെയാണ് കാബ കൗസൈനിൽ വെച്ച് അള്ളാന്റെ റസൂൽ ദിക്ർ ചൊല്ലിയപ്പോഴും പടച്ചോൻ കേട്ടത്. കേൾവിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് കുറച്ച് അകലെന്നത് കുറച്ച് അടുത്തുനിന്ന് അങ്ങനെ വിശ്വസിക്കുന്നതന്നെ തെറ്റാണ്. അള്ളാഹ്ക്ക് അങ്ങനെ സ്ഥലമൊന്നുമില്ല. പിന്നെ റസൂലുള്ളാഹിനെ അങ്ങോട്ട് കൊണ്ടുപോയി, അതൊരു പ്രത്യേക മക്കാമാണ്. ആ മക്കാമിൽ വേറെ ആരുമില്ല, ഒറ്റ ആള് മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫയാണ്. അപ്പൊ അള്ളാന്റെ അടുക്കൽ തന്നെ അള്ളാന്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ ബഹുമാനത്തിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ അവർക്ക് പുറത്തു വരാനും കഴിയും. ലോക്കൽ പാർട്ടിക്ക് പുറത്തു വരാൻ കഴിയുന്ന ഷഹാദത്ത് വരിച്ചാൽ മതി. ഉമൈർ വലിയ മഹാനാണ് റളിയല്ലാഹു അൻഹു. അവരുടെ നേതൃത്വത്തിൽ 8 അംഗ സംഘം റോമിലേക്ക് ദീനി പ്രചരണത്തിന് വേണ്ടി പോയ സംഭവം ഇബ്നു തൈമയുടെ ശിഷ്യനായ ഇബ്നു കസീർ അൽ ബിദായത്തുൻ നിഹായയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ റോമക്കാരവരെ പിടിച്ചു കെട്ടി ജയിലിൽ കൊണ്ടുപോയിട്ടു. 7 ആളുകളെയും ചെമ്പിലിട്ടിട്ട് കരിച്ചങ്ങോട്ട് കൊന്നു. 7 ആളുകൾ. സംഘ നേതാവാണ് ഉമൈർ. അവരെ മുഖഭാവത്തിലുള്ള തുടിപ്പ് കണ്ടപ്പോഴും ഭാവം കണ്ടപ്പോഴും രാജാവ് പറഞ്ഞു, ഇവനെ നമുക്ക് ക്രിസ്ത്യാനിയൊക്കെ കൊല്ലണ്ടാറ്, ഇവന്റെ മുഖത്തൊരു ലക്ഷണമുണ്ട്. രാജാവ് ഇടപെട്ടുകൊണ്ട് ആ നാട്ടിലെ ധനാഢ്യനായ ഒരു മനുഷ്യന്റെ സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിയെ ആഭരണ വിഭൂഷരയാക്കി തയ്യാറാക്കി ചെറുപ്പക്കാരനെ ആ കുട്ടിനെ ഒരു റൂമിലിട്ടു. കാരണം ഇന്ന് പെണ്ണുങ്ങൾ മുഖേനല്ല പെട്ടെന്ന് കിട്ടാനുള്ളതൊക്കെ. ഈമാൻ ചോരാൻ ഏറ്റവും വലിയ മാർഗം പെൺ സമ്പർക്കം എന്നുള്ളതാണ്. അതിന് സഹായകമായി കോപ്പ് കൂട്ടുന്ന സാധനമാണ് LKG പഠിക്കുന്ന കുട്ടികൾ വരെ കൈവെള്ളയിലിട്ട് 24 മണിക്കൂർ നോക്കുന്ന മൊബൈൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിന്റെ ശല്യം ഒന്ന് സഹിക്കാൻ കഴിയണില്ല. നിസ്കാരത്തിൻ്റെ ഇടയിൽ മൊബൈൽ, ദ്വാരക്കണേൻ്റെ ഇടയിൽ മൊബൈൽ. ഇനി ഉസ്താമാരടക്കം 2 ഖുത്തുബൻ്റെ ഇടയിൽ ഇത് എപ്പോഴാണ് എടുത്തിട്ട് വാട്സപ്പ് അയക്കണമെന്ന് മാത്രം നോക്കിയാൽ മതി. 2 ഖുത്തുബൻ്റെ ഇടയിലൊന്നും ഇരിക്കുമല്ലോ, അപ്പം ഇരുന്നിട്ട് ഇത് എപ്പോഴാണ് വാട്സപ്പ് അയക്കണമെന്ന് മാത്രം നോക്കിയാൽ മതി. അവിടെ എത്തിക്കണം. ഇപ്പോൾ ഇത് മുമ്പിൽ ഇങ്ങനെ വെച്ചാലേ നിസ്കാരമാണ് സഹിയാവുള്ളൂ. അങ്ങനെ എല്ലാ സ്ഥലത്തും ദ്വാരക്കുമ്പോൾ മൊബൈൽ, മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഇടയിൽ മൊബൈൽ. ബാപ്പാന്റെ മയ്യിത്താ മുമ്പിലുള്ളത്, പക്ഷെ ഇവിടുന്ന് വാട്സപ്പ് ഇടുകയാണ്. വലിയ ശല്യം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ചിന്തിക്കണം, മരിച്ചു എന്ന് പറഞ്ഞാൽ ഇവര് 7 ആളുകളെയും ലൈവായി കൊന്നു ഉമൈറിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട്. ഉമൈറിനെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ആ നാട്ടിലുള്ളൊരു ധനാഢ്യന്റെ സുന്ദരിയായ മകളെയും കൂട്ടി ഒറ്റ റൂമിൽ പാർപ്പിക്കുകയാണ്. പക്ഷേ പാതിരാവിന്റെ ഉള്ളറയിൽ അശാന്ത പരിശ്രമം നടത്തിയിട്ടും ഇദ്ദേഹത്തിന്റെ മനസ്സിലും പരിവർത്തനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇയാള് രാത്രി സുജൂദ് കിടന്നിട്ട് കരയുന്നതാണ് ഈ പെൺകുട്ടി കണ്ടത്. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്തായെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഇയാളുടെ സുജൂദിന്റെ രംഗം കൊണ്ടുകൊണ്ട് ആ പെൺകുട്ടി ക്രിസ്തുമതം ഒഴിവാക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെയാണ്. അതാണ് ഔലിയാക്കൾ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മോതിരത്തിന്റെ എണ്ണം കൂട്ടുന്ന ആളെന്നല്ല. അല്ലദീന ഇദാ റഊ ദുക്കിറല്ലാഹ്. അതാണ്. ഇത് വന്ന് കുറെ ഔലിയാക്കളുണ്ട്. ഏർവാടിയിൽ ഒന്നാണ്ട് പോയി വരിക, 4-5 മോതിരം ഇടുക, എന്നിട്ട് അറിയാം ഇബ്രാഹിം ബാദിഷപ്പിന്റെ ശരീരത്ത് കയറിക്കണ അറിയാം. ജീവിതത്തിൽ ശരീരത്ത് കയറാത്ത ആൾ മരിച്ചതിന് ശേഷം കയറുക. കുറെ പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ഇരിക്കും. എൻ്റെ ശരീരത്തിൽ ദാവൂദുൽ ഹക്കീം ഉണ്ട്, ഇബ്രാഹിം ബാദിഷ് ഉണ്ട്. ആ വാദം നടത്തിയിട്ട് ഇരിക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളും കള്ളത്തരം പേറി പിശാച്ചിന്റെ ആളരൂപങ്ങളാണ്.
ഒരു കിതാബിൽ അതിന് തെളിവില്ല. മരിച്ചുപോയ ഔലിയാക്കൾ ശരീഅത്ത് കയറുന്നുള്ളതിന് ഒരു കിതാബിലും തെളിവില്ല. ഒരു മദ്ഹബിന്റെ ഇമാമും പറഞ്ഞിട്ടില്ല. പച്ച കളവ് പറയണം. ഔലിയാക്കൾ ശരീഅത്ത് കയറാൻ കാത്തിരിക്ക. നമ്മൾ നെല്ലും ബദലും തിരിച്ചറിയണം. നിങ്ങൾ വേണമെങ്കിൽ പ്രസംഗത്തിന് വെച്ചാൽ അത് എൻ്റെ പ്രസംഗം അങ്ങനെയൊക്കെയാണ്. നാട്ടിലുള്ള ജീർണതക്കെതിരെ നാവാങ്ങാത്തവൻ എന്തിനാ അണ്ണാക്ക് പൊന്തിക്കണത്? എന്തിനാ കോഴിക്കുറക് തിന്നണത്? എന്തിനാ തലയെക്കെട്ട് കെട്ടണത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. 7 ആളുകളെയും അതാ ചെമ്പിലിട്ട് ഉരുക്കി കരിച്ചു കൊള്ളുകയാണ്. മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖലക്ഷണം കണ്ടുകൊണ്ട് ക്രിസ്ത്യാനിയാക്കാമെന്ന പ്രതീക്ഷയോടെ നാട്ടിലുള്ള സുന്ദരിയായ സുശീലയായ പെൺകുട്ടിയുടെ കൂടെ റൂമിൽ അടക്കുകയാ. പാതിരാവിനെ പകലാക്കി പാതിരാവിന്റെ ഉള്ളറയിൽ സുജൂദിൽ കിടന്ന് പൊട്ടിപ്പൊട്ടിക്കരയുന്ന സയ്യിദുനാ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആത്മനിഷ്ഠയും ഭക്തിയും കണ്ട് ഈ പെൺകുട്ടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പ്രോജ്വലമായ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ദീനിലേക്ക് വരികയാണ്. അങ്ങോട്ട് പോയല്ലേ ഇത്, ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അല്ലദീന ഇദാ റഅൂ ദുക്റല്ലാഹ്. മഹാനായ CM വലിയുള്ളാഹിനെ ദൂരെ നിന്ന് കണ്ട് നന്നായ ആളുകളെ എനിക്കറിയാം. മഹാനായ ആലുവായി മസ്താന്റെ മുമ്പിൽ അവര് ചിലപ്പം മസ്ത് കയറിയിട്ട് വേറൊരു ലോകത്തായിരിക്കും. നമ്മൾ അളക്കാൻ മാനദണ്ഡമില്ലാതെ അളന്നിട്ട് സ്വയം കുഴി പോയി ചാടാനും നിൽക്കണ്ട. അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ലഹരി ബാധിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതൊന്നും പഠിക്കാതെ അന്നാസുമാ ആദാവുമാ ജഹിലു എന്ന് പൊലമ്പാൻ നിൽക്കേണ്ട, അപകടമാണ്. ആഖിബത്ത് എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത് കണ്ടാ മതി. അല്ലദീന ഇദാ റഅൂ ദുക്റല്ലാഹ്. ഈ പെണ്ണ് ക്രിസ്തുമതം ഒഴിവാക്കിയിട്ട് ഇസ്ലാം സ്വീകരിക്കേണ്ടായി. നീ കേട്ടോളൂ. അതേ സമയത്ത് ഉമൈറിനെ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, ആ തടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പെണ്ണ് വാതിൽ തുറന്നെടുത്തു. വാതിൽ തുറന്നെടുത്തപ്പോ പാതിരാവിന്റെ ഉള്ളറയിൽ വീടണയാൻ വേണ്ടി തന്നെ ക്രിസ്ത്യാനിയാക്കുകയോ കൊല ചെയ്യുകയോ രണ്ടാലൊരു ഓപ്ഷനേ ഉള്ളൂ എന്ന് ഉറപ്പുള്ള ഉമൈർ രക്ഷപ്പെട്ടപ്പോൾ പാതിരാവിൽ മരുഭൂമിയിലൂടെ സ്വന്തം നാട് പിടിക്കാൻ വേണ്ടി ഓടുകയാണ്. പകൽ സമയത്ത് ഒളിച്ചിരിക്കും, രാത്രിയായ ഓടും. അങ്ങനെയാ. കാരണം പകൽ സമയത്ത് ഓടുമ്പോൾ ആളുകൾ കാണും, ആ പിന്നെയും പോലീസുകാരൊന്ന് പിടിക്കും. ആ പേടിയിലായി പകലിൽ ഒളിച്ചിരിക്കുന്നതാണ്, രാത്രിയിൽ ഓടുകയാണ്. ഒരു ദിവസം ഓടുന്ന സമയത്ത് പിന്നിൽ നിന്നൊരു ശബ്ദമാണ്, യാ ഉമൈർ, ഉമൈറേ ഒന്ന് നിൽക്കുമോ ഉമൈറേ, പേര് വിളിച്ചുകൊണ്ട് നിൽക്കുമോ ഉമൈറ എന്ന് ചോദിച്ചപ്പോൾ ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഭയവിഹ്വലനായ സയ്യിദുനാ ഉമൈർ തന്നെ പിടിക്കാൻ പോലീസുകാർ വരികയാണെന്ന ഭീതിയുടെ മുൾമനയിൽ കയറി ഭയവിഹ്വലനായി, ആരാണ് എൻ്റെ പേര് വിളിച്ചുകൊണ്ട് പിന്നാമ്പുറത്ത് അശ്വഭടന്മാരായി വരുന്നത് എന്ന് ഞെട്ടിത്തെറിച്ചുകൊണ്ട് പേര് വിളിച്ച ആളിന്റെ പിറകിലേക്ക് അങ്ങ് നോക്കുകയാ. നോക്കിയപ്പോൾ ഞെട്ടിത്തെറിക്കുകയാ. കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് 2 ദിവസം മുമ്പ് തൻ്റെ മുമ്പിൽ ലൈവായി ചെമ്പിലിട്ട് എണ്ണ ഒഴിച്ച് എഴിവരി കൊള്ളുന്ന എണ്ണയിലേക്ക് ഇറക്കി വെച്ച് പൊരിച്ച് കളഞ്ഞ് കൊന്നുകളഞ്ഞ എൻ്റെ 7 സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ 7 പേരുമാണ് കുതിരപ്പുറത്ത് കയറിയിട്ട് മരുഭൂമിയിൽ ഒറ്റക്കായി യാത്ര ചെയ്യുന്ന തന്റെ പിന്നാമ്പുറത്ത് വന്നുകൊണ്ട് വിളിക്കുന്നത് എന്ന് കണ്ടറിഞ്ഞ ഉമൈർ ഞെട്ടിത്തെറിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയാ, അല്ല സുഹൃത്തുക്കളെ, 2 ദിവസം മുമ്പല്ലേ കൊട്ടാരത്തിൽ ചെമ്പിലെണ്ണ ഒഴിച്ചുകൊണ്ട് എരിവരി കൊള്ളുന്ന എണ്ണയിലേക്ക് നിങ്ങളെ ഇട്ട് കരിച്ചുകൊണ്ട് വറുത്തുകളഞ്ഞ് ശവായിയാക്കി നിങ്ങൾ ആ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് അഹങ്കാരിയായ ക്രിസ്ത്യൻ രാജാവ് കൊന്നുകളഞ്ഞതല്ലേ? നിങ്ങളെങ്ങനെയാ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മരുഭൂമിയിലെത്തിയത്? നിങ്ങളെങ്ങനെയാ ഈ പാതിരാവിൽ എന്റെ പേര് വിളിച്ചുകൊണ്ട് ഇവിടെ എത്തിയത്? നിങ്ങൾ മരിച്ചുപോയവരല്ലേ? നിങ്ങൾ പരലോക പൗരത്വം സ്വീകരിച്ചവരല്ലേ? ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ? എന്താണ് ഈ കാണുന്നത്? സ്വപ്നാണോ? അപ്പൊ അവരൊന്നിട്ട് പറഞ്ഞ് പേടിക്കണ്ട, ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ചെമ്പെന്ന് നേരെ പോയത് സ്വർഗത്തേക്കാ. അങ്ങനെ ഒരു പോക്ക്. ചെമ്പെന്ന് നേരെ പോയത് സ്വർഗത്തേക്കാ. ഇന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് വഫാത്തായവരെ നിങ്ങൾക്കറിയില്ലേ?
ഞങ്ങൾ വല്ലാതെ സ്നേഹിക്കണം, നമ്മളെല്ലാവരും വല്ലാതെ സ്നേഹിക്കുന്ന രാജാവല്ലേ. അപ്പം ഞങ്ങൾ പടച്ചോനോട് ചോദിച്ചു, ഉമർ ബിൻ അബ്ദുൽ അസീസ് വഫാത്തായിട്ടുണ്ട്, ഞങ്ങളൊന്നോടെ പോയി എത്തിയെന്ന്. അള്ള പറഞ്ഞാണ് പോയി പോരിന്ന്. അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങളെ വഴി കണ്ടത്, കയറിക്കോളിന്ന്. ഇവരെ കുതിരപ്പുറത്ത് കയറിയിട്ടാണ് അവരെ വീട്ടിൽ ഉമേർ എന്നവരെ ഈ 7 ആളുകൾ കൂടി ആക്കി കൊടുത്തിട്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജനാസ ആ ഒരു സുഹൃതങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർ പോയത് എന്ന് ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് എഴുതി വെക്കുന്നത്. ചരിത്രമാണത്. ചരിത്രം അറിയുന്ന ആളുകൾ പറഞ്ഞത് ചരിത്രത്തിൽ തെളിവല്ലേ. പിന്നെ ഖുർആനിലേക്ക് നോക്കിയാൽ ഖുർആനിൽ അള്ള പറഞ്ഞ അതിൻ്റെ മേലെയാണ്, മരിച്ചു എന്ന് പറയാൻ പാടില്ല. അള്ള പറയണത് തിന്നിന് മേലെയാണ്, അള്ള പറയണത് മരിച്ചു എന്ന് ധരിക്കാൻ പാടില്ല. അപ്പൊ അതിന് തെളിവ് വരെ എഴുതിയൊക്കെ ഉണ്ട്. അവരെഴുതിച്ചു. ഇനി ഇതൊക്കെ നിഷേധിക്കുന്ന ആളുകൾക്ക് ലോകം തിരിഞ്ഞിട്ടില്ല, ഭൂമി കറങ്ങൊന്നും ഉണ്ടോടാന്ന് പറഞ്ഞ് നടക്കാന്നല്ലാതെ അവരെ ബാക്കിലൊക്കെ സമയം കളയാൻ പോകണ്ട. നമ്മള് സമയം വിലപ്പെട്ടല്ലേ. ഇന്ന് ആർക്കെങ്കിലും മറുപടി പറഞ്ഞാൽ അവരെ അംഗീകരിക്കോ? കാരണം മറുപടി പറഞ്ഞാൽ അംഗീകരിക്കണമെങ്കിൽ ആദ്യം മറുപടി ഉണ്ട്, കൽബിനൊരു മറുപടി ഉണ്ട്, അത് ഒഴിവാക്കണം. മറുപടി ആണെങ്കിൽ മറുപടി ഉണ്ടാവില്ല. മറ ഒഴിവാക്കിയാൽ മറുപടി കയറും. വെളിച്ചം കിട്ടണമെങ്കിൽ ആദ്യം കൽബിന് തെളിച്ചുണ്ടാവണം. ഇരുട്ടുള്ളവർക്ക് എങ്ങനെ പെട്ടെന്ന് വെളിച്ചം കയറൂല, കാരണം അങ്ങനത്തെ ഇട്ടെന്നുള്ളത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ഇതിൻ്റെയൊക്കെ ആളുകളാണ്. അൽഹാക്കുമുത്തക്കാസുർ, ദുനിയാവിന്റെ വിഭവങ്ങൾ നമ്മളെ ചതിക്കും. അൽഹാക്കും, നിങ്ങളെ മുടക്കാക്കും. അത്തക്കാസുർ, ഈ പെരുമ, ഈ ദുരഭിമാനം, ഈ പണം, ഈ ആർത്തി, ഈ വെട്ടിപ്പിടിക്കൽ, ഈ നട്ടോട്ടമോടൽ, ഈ സ്ഥാനമാനങ്ങൾ, ഈ ശേഷി, ശേമുഷി, ഭാഷ, ഇതെല്ലാം പടച്ചവനിൽ നിന്ന് നിങ്ങൾ അകറ്റും. ഹത്താ സുർത്തുമുൽ മഖാബിർ, മഹാന്മാർ കിടക്കുന്ന ഖബറുകൾ നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത് വരെ. അങ്ങനെ തഫ്സീർ അതിനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരി. അപ്പോൾ നമ്മൾ കിതാബൊക്കെ ഉദ്ധരിക്കും. നിങ്ങളോടല്ല കേട്ടോ, ഇത് ലൈവായി പോകണ്ട. അതുകൊണ്ടാണ് ഖുർആൻ ഒരു തഫ്സീർ എന്നല്ല കുട്ടി, ഒരുപാട് തഫ്സീർ ഉണ്ട്. ഏതെങ്കിലും ഒരു പരിഭാഷ കണ്ട് വായിക്കുക, എന്നിട്ട് വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ആലിമ്യങ്ങൾക്കെതിരെ കുതിര കയറുക. അതപ്പോൾ പല ആൾക്കാരും പണി. ഏതെങ്കിലും ഒരു പരിഭാഷനെ തലപ്പ് വായിക്കുക, എന്നിട്ട് ഇങ്ങനെ ആലിമ്യങ്ങൾക്കെതിരെ കുതിര കയറിയിട്ട് പൈസ ഉണ്ടാക്കുക. അതാണ് കുറേ യൂട്യൂബ് പണി. അള്ളാഹു അവരുടെ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ. ഖബർ സിയാറത്ത് കൊണ്ട് സമാധാനം ഉണ്ടാവും, ആഖിറ ഓർമ്മ വരും. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ യുദക്കിറുകുമുൽ മൗത ഔ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. മൗത്തിനെയും ആഖിറത്തിനെയൊക്കെ ഓർമ്മപ്പെടുത്തുക. അവിടെ വന്നാൽ അത് ഖബർ ഇങ്ങനെ കണ്ടാലല്ല, വന്ന ബർക്കത്തോണ്ട് തന്നെ ഓർമ്മ ഉണ്ടാവും. അടിസ്ഥാന ലക്ഷ്യം അതാണ്. പിന്നെ രോഗം മാറലുണ്ടാവും. മഹാന്മാരെ അനുസരിച്ചുകൊണ്ട് അവരോട് ബന്ധപ്പെടുമ്പോൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എല്ലാം ഉണ്ടാവും. ഇവരെല്ലാവരും, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മെ വാടി വിളിക്കുന്നത് മദീനയിലേക്കാണ്. മദീനയിലേക്ക് മുത്തു മുസ്തഫ ഉമ്മത്തിനെ മാടി വിളിച്ചില്ല. ലാ തജ്അലു ഖബ്രി ഐദാ, എന്റെ ഖബറങ്ങളിലേക്ക് നിങ്ങൾ സദാ വന്നുകൊണ്ടിരിക്കണേ എന്ന് ഹൃദയത്തിന്റെ മുത്തായ, ജീവിതത്തിന്റെ സത്തായ, പ്രപഞ്ചത്തിന്റെ പ്രഭയായ, അള്ളാന്റെ അഹബ്ബായ, ലോകത്തിന്റെ അത്യബായ, ഉമ്മത്തിന്റെ ഷഫിയായ, മനുഷ്യരാശിയുടെ രക്ഷകനായ, ഇഹത്തിന്റെ പരത്തിന്റെ കടലിന്റെ കരയുടെ പ്രതാപമായ പ്രകാശത്തിന്റെ മേൽ പ്രകാശമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ദുൽഹജ്ജിന്റെ ഈ വർഷത്തെ അവസാനത്തെ പകലിലാ നമ്മളുള്ളത്. ഇന്നത്തെ മഗ്രിബോടുകൂടി മുഹറം എന്ന പുതിയ അധ്യായത്തിലേക്ക് കയറുകയാ. പുനഃപരിശോധനക്ക് കഴിഞ്ഞ കാല ഏടുകൾ വിധേയമാക്കേണ്ട സമയമാ. പൊന്നുമോനെ, ഈ മാസത്തിൽ മലയാളക്കരയിൽ നിന്നൊരു പൂങ്കുയിൽ പരലോകത്തേക്ക് പോയിട്ടുണ്ട്. കാക്കത്തറയിൽ ഇരുന്നുകൊണ്ട് ഇഷ്കിന്റെ മിസ്കിൽ മുക്കിയ മഷികളെ കൊണ്ട് ലോകതലത്തിൽ കേരളത്തിന്റെ വെളിയങ്കോട് എന്ന ഗ്രാമത്തിനൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച വെളിയങ്കോട് മർക്കാളി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മനോഹരമായി ഹൃദയസ്പർക്കായി അവതരിപ്പിച്ചില്ലേ. ഹുബ്ബുൻ നബിയ്യി വമദ്ഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് സുദി, നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി.
നബിനായകർ ശുപാർശയും നൽകാൻ മതി. നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും ഒരു വലിയന്റെ ഖബറുണ്ടെങ്കിൽ ആ വലിയ നമ്മെ മാടി വിളിക്കുന്നത് മദീനയിലേക്കാണ്. തറവാട് മദീനയാ. മദീന നമ്മെ മാടി വിളിക്കുന്നത് ആകാശഭൂമിയുടെ സൃഷ്ടാവും നിയന്ത്രകനുമായ റബ്ബുൽ ആലമീൻ ജഗനിയന്താവിന്റെ അരികിലേക്കാ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറാ. റബ്ബിന്റെ ലിഖായിൽ ആറാടണമെങ്കിൽ ഔലിയാക്കളെ അവലംബിക്കണേ. അള്ളാന്റെ റസൂലിലേക്കുള്ള വാതിലുകൾ, വഴിവിളക്കുകൾ ഔലിയാക്കളാ. അള്ളാന്റെ റസൂലോ ലോക പ്രബോധന പ്രകാശ പ്രസരണത്തിന്റെ പ്രധാനിയാ. പ്രപഞ്ചത്തിന്റെ പ്രധാനമന്ത്രിയാ. മനുഷ്യ വിഭാഗത്തിന്, ഭൂതവിഭാഗത്തിന്, പക്ഷി പറവകൾക്ക്, സസ്യജലാദ ജന്തുക്കൾക്ക്, അചേതന വസ്തുക്കൾക്ക്, ചേതന വസ്തുക്കൾക്ക്, ബുദ്ധിയുള്ളതിന് ബുദ്ധിയില്ലാത്തതിന് എല്ലാത്തിനും രക്ഷകനാ അള്ളാന്റെ ഹബീബേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. മൗലൂദിനും ദുആക്കുള്ള ഉസ്താദുമാരൊക്കെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുസ്ലിയാർ അടക്കം സാസിലെത്തിയിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ നമുക്ക് വെളിച്ചം കിട്ടാനുള്ള ഓരോ മാർഗങ്ങളാണ്. ഈ ഇരുത്തം അല്ലാഹു നമുക്ക് നാളെ പൊരുത്തത്തിനുള്ള കാരണമായി സ്വീകരിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ദീർഘമായിട്ട് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല. വളരെ നിർബന്ധിച്ച സമയത്ത് 1-2 ഉദ്ബോധനം മാത്രം നടത്തിയെന്ന് മാത്രം. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരുടെ ഭാര്യ ഖബറിലാണ്. അല്ലാഹു തആല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. എൻ്റെ കുടുംബക്കാരനും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഓരോ മക്കൾക്കും നമുക്കൊക്കെ ദീനി ദഅവത്തിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത്, നല്ല സമയത്ത് പുഞ്ചിരിച്ച് കലിമ ഉറക്കെ ചൊല്ലി മരിക്കുന്ന കൂട്ടത്തിൽ അവരെയും നമ്മളൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. ഈ മഹബത്തൊന്നും ആരും തച്ചടക്കരുത്. മഹബത്ത് വലിയ വിഷയമാണ്. ഒരു മെസ്സേജ് എന്നുകൊണ്ട് അവസാനിപ്പിക്കാം. ഹുബ് എന്നുള്ള ആ വാക്ക് തന്നെ അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ഹുബ് ഹാ എന്നുള്ളതിൻ്റെ മഹ്റജ് ഉള്ളിലാണ്, ബാ എന്നുള്ളതിൻ്റെ മഹ്റജ് പുറത്താണ്. അപ്പോൾ ഇതിൻ്റെ മഹ്റജ് തന്നെ പറയുന്നുണ്ട് ഇതുണ്ടെങ്കിൽ ഉള്ളിലും പുറത്തുമാണെന്ന്. ഇനിയിപ്പോൾ വാദപ്രയോഗം നടത്തണം. ഹാ അതിൻ്റെ മഹ്റജ് എവിടെ? ഉള്ളിലാണ്. ബാ മഹ്റജ് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഇതിലുണ്ടാവുമല്ലോ. അപ്പം ഇനി വാദപ്രയോഗം വേണ്ട. ഹുബ് എന്നുള്ള വാക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി. ഇതുണ്ടെങ്കിൽ ഉള്ളിലും വേണം പുറത്തും വേണമെന്ന് അതിൻ്റെ അർത്ഥം. അത്ര പുത്തിരിയുള്ളൊരു കാര്യമൊന്നുമില്ല. പിന്നെ സ്നേഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ അമലുകൊണ്ട് പോകില്ല കേട്ടോ. സ്നേഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഒന്നും അമലുകൊണ്ട് ആരും പോകില്ല. ഹുബില്ലാതെ അമല ചെയ്തിട്ടിട്ട് കാര്യമില്ല. ഇന്ന് ചില ആൾക്കാർ ഹജറുൽ അസ്വദ് അംഗീകരിക്കും, കാബ ഷരീഫും അംഗീകരിക്കും, റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണേനെ എതിർക്കും ചെയ്യും. കാബം കല്ലല്ലോടോ. കാബ ഷരീഫ് കല്ലല്ലേ? കാബ അഷ്റഫുൽ ഖൽഖാണോ? ചോദ്യം നമ്പർ 2. കാബ അഷ്റഫുൽ ഖൽഖാണോ? എന്താ എൻ്റെ വിശ്വാസം? കാബ അഷ്റഫുൽ ഖൽഖാണെന്നാണോ? അല്ല, കാബനേക്കാളും അഷ്റഫാണ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് കാബത്തിനടുത്ത് പോകുമ്പോൾ പടച്ചോനടുത്തേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അതിൽ ശിർക്ക് വരണമില്ല. പടച്ചോൻ കാബത്തിനുള്ളിലുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫറാവൂലേ? കാബത്തിനുള്ളിൽ പടച്ചോൻ്റെ ദാത്തുണ്ടോ? എന്താ ശങ്കരാചാര്യയുടെ സിദ്ധാന്തം കൊണ്ടു നടക്കുന്നത്? നീ കാബത്തേക്ക് പോകുമ്പോൾ പറയണേ ഞാൻ അള്ളാൻ്റെ അടുത്തേക്കാ പോകണമെന്ന്. അതിനുള്ളിൽ അള്ളുണ്ടോ? ഞാനത് കുറേ കാലമായിട്ട് കേരളത്തിൽ ചോദിക്കുന്നുണ്ട്. ഒറ്റ കുട്ടി മറുപടി വരണില്ല. എല്ലാവരും പറയണ്ടേ കാബത്തേക്ക് പോകുമ്പോൾ അള്ളാൻ്റെ അടുത്തേക്കാ പോകണം. അതിൻ്റെ ഉള്ളിൽ അള്ളുണ്ടോ? അതിൻ്റെ ഉള്ളിൽ അള്ള ഇരിക്കണ്ടോ? അതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ കല്ലുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ അള്ളാന്റെ അടുത്തേക്ക് പോകണം. മദീനത്തേക്ക് പോകുമ്പോൾ ഒരാളെ അള്ളാന്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞാലോ കാഫറായും ചെയ്തു. 2 സ്ഥലത്തുള്ള അള്ളാന്റെ ചിഹ്നമാണ്. ഒരു സ്ഥലത്ത് ജീവല്ലാത്ത ചിഹ്നം, മറ്റൊരു സ്ഥലത്ത് ജീവുള്ള അഷ്റഫായ ചിഹ്നം. അപ്പൊ ജീവുള്ള, അക്കലുള്ള, ഇൽമുള്ള, ഹിൽമുള്ള, റഹ്മത്തുള്ള, മാരിഫത്തുള്ള, അള്ളാന്റെ മഹബത്തുള്ള, അള്ളാന്റെ അഹബായ, അൻവറായ, അക്രമായ ഒരാളെടുത്തേക്ക് പോകുമ്പോ അത് അഥവാ അള്ളാന്റെ അടുത്തേക്കാ പോകണമെന്ന് പറഞ്ഞാൽ കാഫറായി. കാബത്തിനടുത്ത് പോകുമ്പോൾ ആലങ്കാരികമായിട്ട് അള്ളാന്റെ അടുത്തേക്കാ പോകണമെന്ന് പറഞ്ഞാൽ തൗഹീദുമായി. ഇതിന്റെ വ്യത്യാസമാണ് മനസ്സിലാക്കാത്തത്. എല്ലാവർക്കും അള്ളാഹു തലച്ചോറൊന്ന് തുറന്നു കൊടുക്കട്ടെ. എല്ലാവരും കാണുന്നത് ഒരേ ഹദീസ് തന്നെയാണ്, ഒരേ ആയത്ത് തന്നെയാണ്. അർത്ഥം വെക്കണവും ശരിയാണ്, മുറാദ് ബാത്തിലാണ്. അതാണ്. ചിലപ്പോൾ അർത്ഥമൊക്കെ ശരിയോ, അർത്ഥമൊക്കെ ശരിയോ, മുറാദ് ബാത്തിലാണ്. ഖവാരിജ് അലിയാരമ്പിൽ എന്നിട്ട് ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് ഗണ്ണിക്കും. അലിയാരെ അറിയും ആയത്ത് ശരിയാണ്, അർത്ഥം ശരിയാണ്, മുറാദ് ബാത്തിലാണ്. അതിൽ നിന്ന് എല്ലാ ബിദ്അത്തിന്റെ ആൾക്കാരെയും ലലാലത്തിന്റെ പുക
ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഷർറിൽ നിന്ന്, ശല്യത്തിൽ നിന്ന് അള്ളാഹു ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ. മഹബത്ത് കൊണ്ട് നമ്മൾ ജയിക്കും, ഒരു സംശയം വേണ്ട. തമ്മാടികൾക്കും ചിലപ്പോൾ മഹബത്ത് ഉണ്ടാവും. അത് നിഷേധിച്ച ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. ഈ ഇടക്കിടക്ക് കള്ളുടിക്കുന്ന ഒരാള് റസൂലുള്ളാഹി എന്നിട്ട് തമാശ പറഞ്ഞിട്ട് ചിരിപ്പിക്കുകയും ചെയ്യും. പിന്നെയും കുടിച്ചു. ശിക്ഷാ നടപടി എടുക്കാൻ തീരുമാനിച്ചു. ശിക്ഷാ നടപടി നടത്തുന്നതിനിടയിൽ ഒരാള് അനക്ക് ഇതന്നെയാണ് പണി എന്നിട്ട് ലാനത്തല്ലി. അള്ളാഹു റസൂൽ ഉടനെ പറഞ്ഞു, ലാനത്തല്ലണ്ട, അവൻ അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്. അഹബ്ബല്ലാഹ വ റസൂല, അവന് അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാ. ഇത് ആരാ എഴുതിയെന്നറിയോ? മങ്കൂസ് മൗലൂദിന്റെ സൈഡിൽ എഴുതിയതല്ല. ഞമ്മക്ക് മതി, എനിക്ക് പോരല്ലോ, ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത. അപ്പൊ ചിലപ്പം ഫാസിക്കനും മഹബത്ത് ഉണ്ടാവാം. അടിസ്ഥാന പ്രകാശം തകരൂല. പിന്നെ അത് തൗബ ചെയ്ത് കണ്ണീരോടെ നന്നാക്കി ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഹൃദയം ശുദ്ധമാക്കി അള്ളാന്ന് പറഞ്ഞാണ്ട് നീറ്റാൽ അവനും സ്വർഗത്തിലാണ്. എന്നൊരു ഹദീസിന്റെ ചെറിയ ഭാഗം ഈ സദസ്സിൽ ഈ രാവിലെ എല്ലാ തിരക്കും ഒഴിവാക്കി ഒഴുകി വന്ന ചെറുപ്പക്കാർ എന്നോട് വണ്ടിയിൽ നിന്ന് പറയുന്നത് പെട്ടെന്ന് നിർത്തിയത്, ഞങ്ങൾ പ്രസംഗം കേൾക്കാനായിട്ട് വരികയാണ്. അവരും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചത്. എനിക്ക് വേറെ സ്ഥലത്ത് പരിപാടിക്ക് എത്താണ്ട്. ഇത് മഹബത്താണല്ലോ. ഇന്ന് രാവിലെ സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിലൊരു മാഷുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു മൂല്യണ്ടായിട്ടുള്ള പ്രസംഗമല്ല. അപ്പം ഞാൻ പറഞ്ഞു, സ്കൂളിൽ പഠിക്കണം, കുട്ടികളെ പറഞ്ഞേക്കണം. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചവരാണ്, നമ്മളെ കുട്ടികളൊക്കെ പറഞ്ഞേക്കണവരാണ്. പക്ഷേ ഞാനവിടെ നോക്കിയപ്പോൾ പള്ളിക്കാട്ടിൻ്റെ ചുറ്റുപാർത്തും 1000-700 കുട്ടികളും ഉസ്താമാരും ദ്വാരക്കുകയാണ്. ഞാൻ എന്നിട്ട് സാസിലുള്ള മാഷോട് വെച്ച്, നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഏതെല്ലാം കുട്ടികളെല്ലാവരും കൂടി കൊടുത്തിട്ട് മാഷന്മാരുടെ നേതൃത്വത്തിലായിട്ട് ഏതെങ്കിലും പള്ളിക്കാട്ടിൽ ദ്വാരം നിൽക്കണമെന്ന് വെച്ച്. ദ്വാരക്കൂല, ദ്വാരക്കേണ്ട കാര്യമില്ല. കാരണം അത് രണ്ടും രണ്ടാണ്. അപ്പൊ പിന്നെ സ്കൂളിനേക്കാളും പ്രാധാന്യം മദ്രസക്കാ കൊടുക്കേണ്ടത്. കഴിഞ്ഞപ്പോൾ ഈ മാഷ എന്നോട് ചവിട്ടിൽ പറഞ്ഞു, ഉസ്താദെ നിങ്ങളെപ്പോലെ യൂണിഫോമിൽ ഒരു ഉസ്താദാവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ രംഗത്തെത്തിയത്. പക്ഷെ എനിക്കാവാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ നാളെ ആലിമ്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടും. കാരണം എന്താ, നിങ്ങൾ യൂണിഫോമിൽ വ്യത്യാസമുള്ളൂ. എത്താത്തതിന് നിങ്ങൾക്ക് ഖേദല്ലേ? അൽമർഉ മഅ മൻ അഹബ്ബ. ഔലിയാക്കളെ കൂടെ നാളെ ഒരു നായ കിടക്കും. പിന്നെ മനുഷ്യന്റെ കാര്യം, സൂറത്തുൽ ഖലഫിലെ നായ ഉണ്ടല്ലോ, വയഖൂലുന സബഅത്തും വതാമിനുഹും കൽബുഹുന്ന. അവരിൽ 8ാമത്തത് കൽബുഹുന്ന, കൽബു അഹദി എന്നല്ല. അവരെല്ലാരും കൂടി നായല്ലത്, അവരിൽ ഒരാളെ നായാണ്, എല്ലാവരും അതിൽ പാർട്ണർമാരല്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞത് കൽബു അഹദി എന്നല്ല, കൽബുഹുന്ന, എല്ലാവരും കൂടി നായ. കാരണം കൂടെ കൂടിയ പിന്നെ ഒക്കെ തന്നെ, അവിടെ പിന്നെ മാറ്റിയെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കൂനി തുറാബ എന്ന് പറയുമ്പോൾ എല്ലാ നായക്കളും നാളെ മണ്ണാവും. ഈ നായാണ്ട് പിടിച്ചിക്കും, മണ്ണാവൂല. കാരണം എന്താ, ഈ നായന്റെ കൽബിൽ അള്ളാഹിന്റെ ആളുകളോട് മഹബത്തുണ്ടായി. അപ്പൊ അള്ളാഹു താല ആ നായനെ സ്വർഗത്തിലാക്കുമ്പോൾ നമ്മളെ ഏതായാലും എന്താക്കും? നിങ്ങൾ ആ റജായിന്റെ ഹാലൊന്നും ഇങ്ങോട്ട് പറഞ്ഞോളി, എന്താക്കും? എന്താ നിങ്ങൾ മിണ്ടാത്തതെന്ന് പറഞ്ഞോളി. പുളിക്കപ്പറമ്പേരെ നിങ്ങൾക്ക് അണ്ണാക്ക് തുറക്കൂല എന്ന് പറഞ്ഞോളി. ഒന്നിങ്ങോട്ട് പറഞ്ഞോളി. നിങ്ങൾ പ്രായമുള്ളവർ പറഞ്ഞാൽ അള്ളാഹ് ഇജാബത്ത് നൽകുക. അള്ളാഹു തല സ്വർഗത്തിലാക്കും. ആ പ്രതീക്ഷ അള്ളാഹു തല സാക്ഷാത്കരിച്ച് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞ് എനിക്ക് വേറെ പരിപാടിക്ക് എത്താനുള്ളതുകൊണ്ട് എനിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ സമ്മതം ചോദിച്ച്, അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി എന്നെ കേട്ടതിൽ നന്ദി പ്രകാശിപ്പിച്ച് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.